CMRL മാസപ്പടി ഈ 155 കോടിയുടെ അഴിമതി നടത്തിയെന്ന് SFIO ഡൽഹി ഹൈക്കോടതിയിൽ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആണ് SFIO. അവർ പറയുന്നത് CMRL മാസപ്പടി കൊടുത്തിട്ടുണ്ട്, അത് 185 കോടിയുടെ അഴിമതിയാണെന്നും കോർപ്പറേറ്റ് സ്ഥാപനത്തെ ഉപയോഗിച്ച് CMRL നടത്തിയ സങ്കല്പത്തിന് അപ്പുറമുള്ള ഒരു അഴിമതിയാണ്. അതുകൊണ്ട് കേന്ദ്രവും ആദായ നികുതി വകുപ്പും ഡൽഹി ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ഇതിനകത്ത് തങ്ങൾക്ക് ഇടപെടാം എന്നാണ് അവരുടെ വാദഗതി. CMRLന്റെ മറുവാദം ആദായ നികുതി വകുപ്പ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിന്മേൽ അത് പ്രശ്നം പരിഹരിച്ചതാണ്, അതിൻ്റെ മേൽ അന്വേഷണം പാടില്ല എന്നാണ് അവരുടെ വാദം. കാരണം ആദായ നികുതി വകുപ്പ് അത് സെറ്റിൽ ചെയ്ത ഇഷ്യൂ ആണ്. പക്ഷേ 185 കോടിയുടെ അതിഗംഭീരമായ ഒരു അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്ന് കേന്ദ്രവും ആദായ നികുതി വകുപ്പും കോടതിയെ അറിയിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു. CMRL KSIDCയുടെ ഓഹരി പങ്കാളിത്തമുള്ള ഒരു സ്ഥാപനമാണ്, അതുകൊണ്ട് പൊതു താൽപ്പര്യ പരിധിയിൽ അത് വരും, അതൊരു പ്രൈവറ്റ് ബോഡി അല്ല. അതുകൊണ്ട് നിയമം അനുസരിച്ചുള്ള തുടർ നടപടി സ്വീകരിക്കാനുള്ള അവകാശം ആദായ നികുതി വകുപ്പിനും കേന്ദ്രത്തിനുമുണ്ട്. അപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു ഷെയർ CMRLനുണ്ട്. അത് KSIDCയുടെ ഇത്ര ശതമാനം ഷെയർ അതിനകത്തുണ്ട്. അതുകൊണ്ട് അത് പൊതു താൽപ്പര്യത്തിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് അവർക്ക് തോന്നിയ മാസം അതിന് പണമെടുത്ത് ആർക്കും കൊടുക്കാൻ, മാസപ്പടി കൊടുക്കാൻ അവകാശമില്ല. മറ്റൊരു വാദഗതി കേന്ദ്രവും ആദായ നികുതിയും പറയുന്നത് ഈ 185 കോടി രൂപയിൽ CMRL ചെലവ് പെരുപ്പിച്ച് കാണിച്ച് അത് ഈ കൈക്കൂലി കൊടുത്ത പണം കണക്കിൽപ്പെടുത്തിയെന്നാണ്. മറ്റൊരു വാദം ചരക്ക് നീക്കത്തിന് മാലിന്യ നിർമ്മാർജ്ജനത്തിനും വളരെയധികം പണം അവർ പെരുപ്പിച്ച് കാണിച്ചിട്ട് ഈ 185 കോടിയുടെ അഴിമതി അതിനകത്ത് ചുരുക്കിക്കൊണ്ടുവരികയാണ്. ഈ രണ്ട് വാദഗതികളും കോടതിയിലെ കേന്ദ്രവും ആദായ നികുതി വകുപ്പും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് CMRLന്റെ ആ അഴിമതി കേസ് അന്വേഷിക്കാനായിട്ട് കേന്ദ്രത്തിനും ആദായ നികുതി വകുപ്പിനും അവകാശമില്ല എന്നുള്ളൊരു വാദമാണ്. അതിൻ്റെ കാരണം ഇത് ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡുണ്ട്, അവിടെ ഞങ്ങൾ ആദായ നികുതി കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്തതാണ്, അത് റീഓപ്പൺ ചെയ്യാൻ ഇനി കേന്ദ്രത്തിനും ആദായ നികുതി വകുപ്പിനും കഴിയില്ല. മറുവാദം വളരെ കൃത്യമാണ്, ഇത് പൊതു താല്പര്യം ഉള്ള ഫണ്ടാണ്. CMRL എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ബോഡിയല്ല, അതിനകത്ത് സർക്കാരിന് KSIDCക്ക് ഷെയറുണ്ട്. ഇതാണ് ഈ വാദഗതിയുടെ മെയിൻ തന്ത്രം, അതാണ്. അതുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചാൽ അത് പ്രോസിക്യൂഷൻ സ്റ്റെപ്പ് എടുക്കും ഡൽഹി ഹൈക്കോടതിയിൽ. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കോടതിയുടെ തീരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് വാദഗതികളും കോടതി പരിശോധിച്ച് അതിലൊരു ഓർഡർ ഇടണം. അപ്പം അതിനകത്ത് കേന്ദ്രത്തിനും ആദായ വകുപ്പിനും ഇതിനകത്ത് കൈകടത്താം എന്നാണ് പറയുന്നത്. കാരണം 20% അടുത്ത് KSIDCക്ക് CMRL ഷെയറുണ്ട്, കേരള ഗവൺമെൻറ് അതിൻ്റെ ഷെയറുണ്ട്. അവിടെ അഴിമതി കാണിച്ച പൊതു താല്പര്യം അനുസരിച്ച് കേന്ദ്രത്തിന് ഇടപെടാം. ആദായ നികുതി വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബോർഡ് സെറ്റിൽ ചെയ്താലും ആദായ നികുതി വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊതു താല്പര്യം അനുസരിച്ച് അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാം എന്നാണ് SFIOയുടെ കോടതി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൻ്റെ സാരം. ഏതായാലും അടുത്ത ദിവസം കോടതിയുടെ തീരുമാനം അനുസരിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത്.